Hi everyone, welcome back to the channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് CSS സെലക്ടേഴ്സ് ആണ്. അപ്പൊ ഇത് സെലീനിയത്തിലെ ലാസ്റ്റ് എലമെന്റ് ലൊക്കേറ്റർ ആണ്. ബാക്കി എലമെന്റ് ലൊക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു CSS സെലക്ടർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ എക്സ്പാത്ത് പോലെ തന്നെ ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു എലമെന്റ് ലൊക്കേറ്റർ ആണ്. ബാക്കിയുള്ള എലമെന്റ് ലൊക്കേറ്റേഴ്സ് ഈ ID, നെയിം, ക്ലാസ് നെയിം, ലിങ്ക് ടെക്സ്റ്റ് ഇതൊക്കെ നമ്മൾ എന്താണോ അവിടെ കാണിച്ചിരിക്കുന്നത് അതെടുത്ത് കൊടുക്കുകയാണ് അല്ലെ, അതിന്റെ പ്രോപ്പർട്ടി നോക്കിയിട്ട് ID നെയിം ഒക്കെ അതുപോലെ പിറക്കി കൊടുക്കുകയാണ്. പക്ഷെ CSS സെലക്ടറിന്റെ കേസിലും എക്സ്പാത്തിന്റെ കേസിലും നമ്മൾ ഡിറൈവ് ചെയ്ത് തന്നെ എടുക്കണം. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഒരു CSS സെലക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ എന്താണ് ഒരു CSS സെലക്ടർ? CSS selectors in Selenium are string patterns used to identify an element based on a combination of tag name, ID, class and attributes. അപ്പോൾ ഇത് സെലീനിയത്തിലെ കേസാണ് പറയുന്നത്. അല്ലാതെ CSS സെലക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാസ്കേഡിംഗ് സ്റ്റൈൽ സ്റ്റേറ്റ്സ് ആണ്. നമുക്കൊരു വെബ് പേജിന്റെ ഡിസൈൻ ചെയ്യാൻ സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CSS എന്ന് പറയുന്നത്. പക്ഷെ സെലീനിയത്തിന്റെ കേസിലേക്ക് വരുമ്പോഴേക്കും നമുക്കത് എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു എലമെന്റിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രിംഗ് പാറ്റേൺ ആണ്. അത് ടാഗ് നെയിമും IDയും ക്ലാസും ആട്രിബ്യൂട്ട്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ആ സ്ട്രിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് മെയിൻ ആയിട്ട് നിങ്ങൾ 4 ടൈപ്പ് ഓഫ് CSS സെലക്ടേഴ്സ് അറിഞ്ഞിരിക്കണം. ഒന്ന് ആട്രിബ്യൂട്ട് ബേസ്, അതായത് ഏത് ആട്രിബ്യൂട്ട് വന്നാലും, അതായത് ഇപ്പൊ പ്ലേസ് ഹോൾഡർ അല്ലെങ്കിൽ സെർച്ച് അങ്ങനെ എന്ത് ആട്രിബ്യൂട്ട് അതിനകത്ത് വന്നാലും നമുക്ക് ആ ഒരു സ്പെഷ്യൽ സിൻടാക്സ് വെച്ചിട്ട് നമുക്കൊരു CSS സെലക്ടറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ആട്രിബ്യൂട്ട് ബേസ്ഡ് പറയുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഐഡിയോ ക്ലാസ്സോ വന്നിട്ടുണ്ടെങ്കിൽ, വേറെ ഒരു ആട്രിബ്യൂട്ടിൽ അത് നടക്കത്തില്ല. ID വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് CSS സെലക്ടർ എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ക്ലാസ്സിനാണെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ സിമ്പിൾ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. പിന്നെ സബ്സ്ട്രിങ്ങുകൾ, അതായത് ഏതെങ്കിലും ഒരു പോർഷൻ ഡൈനാമിക് ആയിട്ടുള്ള കേസിൽ, അല്ലെങ്കിൽ എനിക്ക് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് കിടക്കുന്നത്, അതിൽ കുറച്ച് ഏരിയാസ് മാത്രം എനിക്ക് എടുത്താൽ മതി എന്നാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ സബ്സ്ട്രിങ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 കാറ്റഗറിയും മെയിൻ ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ആട്രിബ്യൂട്ട് ബേസ് എങ്ങനെയാണെന്നുള്ളതിന്റെ സിൻടാക്സ് നോക്കാം. അപ്പൊ അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പാത്തിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സിൻടാക്സ് ആണ്. ഫസ്റ്റ് ടാഗ് നെയിം കൊടുക്കുന്നു, പിന്നെ ആട്രിബ്യൂട്ട്, അത് കഴിഞ്ഞ് അതിന്റെ വാല്യൂ. ഓക്കെ, ഏത് ആട്രിബ്യൂട്ട് ആണോ ഞാൻ സെലക്ട് ചെയ്ത് അതിന്റെ വാല്യൂ കൊടുക്കുന്നു. അപ്പൊ ഈ ടാഗ് നെയിമും ആട്രിബ്യൂട്ട് ഒക്കെ എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ HTML-ന്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ എക്സ്പാത്തിന്റെ എല്ലാ വീഡിയോയിലും ഇത് തന്നെയാണ് കണ്ടിന്യൂസ്. ഈ ടാഗ് നെയിമും ആട്രിബ്യൂട്ടും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസാണ്. അതിന്റെ കോൺസെപ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല, എല്ലാ കാര്യങ്ങളും സെയിം തന്നെ. ആകെ സിൻടാക്സിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ എക്സ്പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് // വെച്ചിട്ടാണ്. // ടാഗ് നെയിം, പിന്നെ ആട്രിബ്യൂട്ടിന് മുന്നേ ഒരു @ സിംബലും ഉണ്ടായിരുന്നു എക്സ്പാത്തിൽ. അതായത് റിലേറ്റീവ് എക്സ്പാത്തിന്റെ കേസാട്ടോ ഞാൻ പറയുന്നത്. അബ്സല്യൂട്ട് എക്സ്പാത്ത് പിന്നെ നമ്മളല്ലല്ലോ ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ റിലേറ്റീവ് എക്സ്പാത്തിൽ // ഒക്കെ ഉണ്ടായിരുന്നു. CSS സെലക്ടറിൽ വരുമ്പോൾ അത് രണ്ടും ഇല്ല എന്നുള്ളതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പാത്ത് അറിയാമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, അത് ആ 2 സംഭവങ്ങൾ, അതായത് സ്ലാഷും ഈ പറഞ്ഞ @ ഇല്ലാതെ എഴുതുന്നതാണ് CSS സെലക്ടർ എന്ന് ഓർക്കുക. അല്ല നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് CSS സെലക്ടർ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എലമെന്റ് ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ സിൻടാക്സ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സൈറ്റിൽ പോയിട്ട് ഒരു വെബ് പേജ് എടുത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിന് ടെസ്റ്റ് ലീഫ് തന്നെ എടുക്കാം നമുക്ക്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് എലമെന്റ് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് നോക്കാണ്. CSS സെലക്ടർ കൊടുത്ത് നോക്കാം. അപ്പൊ ഇതൊരു ഇൻപുട്ട് ടാഗ് ആണ്. ഇൻപുട്ട് ടാഗിന്റെ CSS സെലക്ടർ ആണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ടാഗിനെയും ഫസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ആട്രിബ്യൂട്ട്സ്, ടൈപ്പ് ഉണ്ട്, ID, സ്റ്റൈൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് റിലൈ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ID ആണ് ഇവിടെ. കാര്യം ടൈപ്പ് കോമൺ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ ഞാൻ ID തന്നെ യൂസ് ചെയ്യാണ്. സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ID എന്ന് കൊടുക്കാം, = ഇമെയിൽ എന്ന് കോഡ്സിൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എലമെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ CSS സെലക്ടറിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഇൻപുട്ട് ടാഗ് നെയിം എന്താന്ന് വെച്ചാൽ അത് കൊടുക്കുക, എന്നിട്ട് അതിന്റെ ആട്രിബ്യൂട്ടും അതിന്റെ വാല്യൂവും കൊടുക്കുക. എക്സ്പാത്ത് കൊടുക്കുന്ന പോലെ തന്നെ സെയിം ആയിട്ട് നമുക്കിത് ഇൻസ്പെക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ കേസ് ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇതിന് ഞാനൊരു ആട്രിബ്യൂട്ട് കാണുന്നത് വാല്യൂ ആണ്. അപ്പൊ ഈ IDക്ക് പകരം എനിക്ക് വാല്യൂ കൊടുക്കാം. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പൻഡ് ആണ്.
ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ എലമെന്റ് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ് ഇൻസ്പെക്ട് ആയിട്ടുണ്ട് അവിടെ കണ്ടോ. അപ്പൊ ഇത് ഡബിൾ കോഡ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. സിംഗിൾ കോഡ്സ് മാത്രമല്ല ഡബിൾ കോഡ്സ് കൊടുത്താലും ഈ CSS സെലക്ടർ വർക്ക് ചെയ്യും കണ്ടോ. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സിന്റാക്സ് വെച്ച് നമ്മൾ എടുക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും എലമെന്റ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇപ്പൊ ബട്ടന്റെ ഒരു CSS സെലക്ടർ നോക്കണമെങ്കിൽ ഇവിടെ വരിക, എലമെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് ID ഉണ്ട് കണ്ടോ. ഇതിന്റെ ടാഗ് എന്ന് പറയുന്നത് ബട്ടൺ ആണ്. അപ്പോൾ നമുക്കിത് ബട്ടൺ എന്ന് കൊടുക്കാം. ബട്ടൺ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ID is equal to ഹോം അല്ലെ. ഹോം അല്ല ഇവിടെ കണ്ടേ, ഹോം കൊടുത്തു കഴിഞ്ഞാല് കേട്ടോ ആ എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടു. ഇതെല്ലാം 1 of 1 ആണ്, യുണീക്ക് ആയിട്ടാണ് എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് CSS സെലക്ടർ. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂട്ട്സ് എന്ത് വന്നാലും ഇപ്പൊ ID മാത്രമല്ല അതിനകത്ത് ഇതിന് വേറെ ഓൺ ക്ലിക്ക് എന്നുള്ള ഒരു ആക്ഷൻ ആണ് കിടക്കുന്നത്. അതല്ലാതെ വേറെ ഏതെങ്കിലും ആട്രിബ്യൂട്ട് അതിനുണ്ടെങ്കിൽ എല്ലാത്തിലും ID ആണോ? ഇതിന് ക്ലാസ് ഉണ്ട്, നമുക്ക് ക്ലാസ് കൊടുത്ത് നോക്കാം. അപ്പൊ H1 എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഞാൻ ടാഗ് എഴുതാണ്. എന്നിട്ട് അതിൽ ഒരു ക്ലാസ് കൊടുത്തു. ക്ലാസ് ഒക്കെ ഇവിടെ കോമൺ ആവാനുള്ള ചാൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എലമെന്റ് ഐഡന്റിഫൈ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇല്ല, അത് യുണീക്ക് ആണ് കേട്ടോ. ഐഡന്റിഫൈ ചെയ്തു, 1 of 1 ആണ് കേട്ടോ. ക്ലാസ് കൊടുത്തിട്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഏത് എലമെന്റ് ആണോ, എന്ത് പ്രോപ്പർട്ടിയാണ് എനിക്ക് യൂസ് ചെയ്യേണ്ടത്, അത് അതിന്റെ ആ ഒരു പ്രോപ്പർട്ടിയുടെ പേരെടുത്ത് കൊടുക്കുക, അതിന്റെ വാല്യൂ എടുത്ത് കൊടുക്കുക. എന്നിട്ട് എനിക്ക് ഈ എലമെന്റിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ആട്രിബ്യൂട്ട് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇനി വേറൊരു സൈറ്റിൽ വേറൊരു പേജിൽ പോയിട്ട് ഇപ്പൊ റേഡിയോ ബട്ടൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആണെന്ന് വിചാരിക്കാം ഞാൻ പോകാൻ വേണ്ടി പോകുന്നത്. ഡ്രോപ്പ് ഡൗണിൽ ID ആണുള്ളത്, കുഴപ്പമില്ല, നമുക്ക് ID വെച്ചിട്ട് എടുക്കാം. ഡ്രോപ്പ് ഡൗൺ ആണെങ്കിൽ അതിന്റെ സെലക്ട് എന്നുള്ളതാണ് അതിന്റെ ടാഗ് നെയിം എന്ന് പറയുന്നത്. ഓപ്പൺ ചെയ്യാം, ID കൊടുക്കുക, ഈക്വൽ ടു ഡ്രോപ്പ് ഡൗൺ 1 എന്ന് കൊടുക്കുക കണ്ടോ. ഇവിടെ ഇത് ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ ഏത് എലമെന്റ് ലൊക്കേറ്റർ ആണോ നമ്മൾ എടുക്കാൻ, അല്ല ഏത് പ്രോപ്പർട്ടി ആണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുത്തിട്ട് നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആട്രിബ്യൂട്ടിന്റെ ആണ് കേസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ആട്രിബ്യൂട്ട് ആണെങ്കിൽ എങ്ങനെയാണ് കോമൺ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ സിന്റാക്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയത്. ഇനിയുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയോ ക്ലാസ്സോ വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇതിപ്പോ ആട്രിബ്യൂട്ടിന്റെ കേസ് തന്നെയാണ് ഈ പറയുന്നത്. ഞാൻ വെച്ചപ്പോ ഓർഡർ ഇങ്ങോട്ടായി പോയിന്നേ ഉള്ളൂ. ഈ ആട്രിബ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ആട്രിബ്യൂട്ട് ആണോ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം, അതിന്റെ സിന്റാക്സ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ സിന്റാക്സ് ആണ് ഈ കിടക്കുന്നത്. ടാഗ് നെയിം ആട്രിബ്യൂട്ട് ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഒന്നെങ്കിൽ ID അല്ലെങ്കിൽ ക്ലാസ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് സെക്ഷൻ എന്ന് പറയുന്നത്. ID വന്നിട്ടുണ്ടെങ്കിൽ ഹാഷ് എന്നുള്ള സിമ്പൽ യൂസ് ചെയ്ത് നമുക്ക് ഡിറൈവ് ചെയ്യാം. ക്ലാസ് വരികയാണെങ്കിൽ ഡോട്ട് കൊടുത്ത് നമുക്ക് ഡിറൈവ് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇത് വെച്ചിട്ടും ഇതെല്ലാം ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഈ രണ്ട് സ്പെഷ്യൽ കേസുകൾക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സിമ്പിൾസ് ആണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിപ്പോ നമ്മൾ ചെയ്ത ഈ കേസ് തന്നെ, ഇപ്പൊ ഇത് സെലക്ഷൻ ഈ ഡ്രോപ്പ് ഡൗൺ ആണ്, ആദ്യത്തെ ഡ്രോപ്പ് ഡൗൺ ആണ് നമ്മൾ സെലക്ട് ചെയ്ത്. ഇതിനിവിടെ ID ആണ്. ഇതിങ്ങനെ കൊടുക്കുന്നതിന് പകരം എനിക്ക് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഹാഷ് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റത്തെ ആ പോർഷൻ കട്ട് ചെയ്ത് കളയണം. ഇങ്ങനെ കൊടുത്താലും ഇത് ഐഡന്റിഫൈ ചെയ്യും. അതായത് ഞാനിങ്ങനെ വിശദീകരിച്ച് ID ഈസ് ഈക്വൽ ടു എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഹാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ID എന്നാണ്. അപ്പൊ ഇങ്ങനെ കൊടുത്താലും ഇത് ഐഡന്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കേസ്, ഇവിടെ നമുക്ക് സെലക്ട് എന്നുള്ള ഇത് കൊടുക്കേണ്ട കോമൺ ആയിട്ടുള്ളതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെറുതെ ഞാൻ ഹാഷ് ഡ്രോപ്പ് ഡൗൺ എന്ന് കൊടുത്താലും ഇത് സിമ്പിൾ CSS സെലക്ടർ ആണ്, അത് എടുക്കും. പക്ഷെ ഹാഷ് കൊടുക്കണം കേട്ടോ. ID എന്നുള്ളതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഹാഷ് എന്ന് പറയുന്നത്, അത് കൊടുക്കണം. എന്നിട്ട് ആ IDയുടെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻസ്പെക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കൊരു അവിടെ പോയി ഇൻസേർട്ട് ടേബിൾ, അത് നമുക്ക് ഇതിന്റെ എക്സ്പാത്ത് ഒന്ന് നോക്കാം. എന്നിട്ട് പിന്നെ അതിന്റെ CSS സെലക്ടർ, പിന്നെ CSS സെലക്ടർ വിത്ത് സിമ്പിൾ, ഇത്ര ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെലക്ടേഴ്സ് വിത്ത് സിമ്പിൾ, സിമ്പിൾ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അതായത് ഈ ഒരു എലമെന്റ് തന്നെ നമ്മളിപ്പോ എക്സ്പാത്ത് ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, സെലക്ട് @ID ഈക്വൽ ടു ആ ഡ്രോപ്പ് ഡൗൺ ആ വാല്യൂ എടുത്ത് എഴുതും. കോഡ്സിനകത്ത് ഈ വാല്യൂ എടുത്ത് ഇങ്ങനെ എഴുതും അല്ലെ.
ഇതാണ് ഇതിന്റെ എക്സ്പാത്ത് എന്ന് പറയുന്നത്. അതായത് ആ ഡ്രോപ്പ് ഡൗണിനെ ഞാൻ ഇൻസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിനെ എനിക്ക് CSS സെലക്ടർ ആക്കണമെങ്കിൽ @ ഈ ഫസ്റ്റത്തെ 2 സ്ലാഷ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് CSS സെലക്ടർ ആയി. അപ്പൊ ഇതെനിക്ക് CSS സെലക്ടർ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ എനിക്ക് സിമ്പിൾസ് വെച്ചിട്ട്, അത് ഐഡിയിലും ക്ലാസ്സിലും മാത്രമേ നടപടിയാവുള്ളൂ കേട്ടോ. വേറെ ഒന്നിലും നമുക്ക് സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി എല്ലാത്തിനും ഇതേ സിന്റാക്സിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ 2 കേസ് ഇത് ഐഡി ആയതുകൊണ്ട് ഇതിന് പകരം ഹാഷ് കൊടുത്തിട്ട് എനിക്കിത് ഇങ്ങനെ എഴുതാം. കണ്ടോ, കുറച്ചുകൂടി ഷോർട്ടാക്കി എഴുതാം, അത്രേ ഉള്ളൂ. അതുപോലെ ക്ലാസിന്റെ കേസിന്, ക്ലാസിന്റെ ഞാൻ ഇവിടെ ഈ സെക്ഷൻ ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വേറെ പേജിലോട്ട് പോകണ്ടുള്ളത്. ഇന്നർ ബ്ലോക്ക് ഒരു ക്ലാസ് ആണ്. ഇതിന്റെ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അതുപോലെ തന്നെ ഞാൻ എക്സ്പാത്ത് എടുത്ത് കാണിച്ചു തരാം. സെക്ഷൻ @ ക്ലാസ് ആണെങ്കിൽ അതിന്റെ വാല്യൂ പോയോ, എവിടെ പോയത്? ഇതിന്റെ തൊട്ട് മുകളിൽ കിടന്നിരുന്ന സാധനമായിരുന്നു. ഇന്നർ ബ്ലോക്ക്. അത് തന്നെ, ഇന്നർ ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ഇന്നർ ബ്ലോക്ക് കൊടുക്കുന്നു. അതിന്റെ എന്താണ് എക്സ്പാത്ത് കിട്ടി, ക്ലാസിന്റെ എക്സ്പാത്ത് കിട്ടി. ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ഇതിനെ എനിക്ക് CSS സെലക്ടർ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ @ കട്ട് ചെയ്യണം. ഈ 2 സിമ്പിളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് എന്തായി? CSS സെലക്ടർ. ഇതെല്ലാം ഇൻസ്പെക്ട് ആവുന്നുണ്ട്. 1 of 1 കാണിക്കുന്നുണ്ട്. ഇവിടെ ഇൻസ്പെക്ട് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എക്സ്പാത്ത് ഒക്കെ കുറച്ച് സ്പീഡിന് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ CSS സെലക്ടർ ആണ്. ഇനി ഇതിനെ കുറച്ചുകൂടി ഷോർട്ട് ആക്കണമെങ്കിൽ ഇത്രയും വിശദീകരിച്ച് എഴുതാതെ ഈ ക്ലാസ് എന്നുള്ളത് ആ കോഡ്സ് ഒക്കെ കളഞ്ഞിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ലാസ്റ്റ് പോർഷൻ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അപ്പം ക്ലാസിന്റെ കേസിലാണ് നമുക്ക് ഡോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. കണ്ടോ? ഇനി ഇതൊന്നും അല്ലാത്തൊരു ആട്രിബ്യൂട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ഇതൊന്നും അല്ലാത്തൊരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, ഇപ്പോ ഞാൻ ഇതെടുക്കുകയാണ്. ഈ ഐറ്റം പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട് h1 എന്നുള്ള ക്ലാസ്സിന്. അപ്പൊ /h1 @ item prop എന്ന് എടുത്തു. നെയിം ആണ്. നെയിം ഞാൻ കോപ്പി എടുക്കുകയാണ്. ഇതാണ് എന്റെ എക്സ്പാത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ എടുത്തു. ഇനി അതിനെ ഞാൻ CSS സെലക്ടർ ആക്കണമെങ്കിൽ ഞാൻ @ ഇതും കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി ഐറ്റം പ്രോപ്പിനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സിമ്പിൾ ഒന്നും ഇല്ല. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഞാൻ പറഞ്ഞത് ഐഡിക്കും ക്ലാസ്സിനും മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിമ്പിളുകൾ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഷോർട്ട് ആക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബാക്കി ഒന്നിനും നിങ്ങൾക്കത് നടപടിയാവത്തില്ല. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ എക്സ്പാത്തും CSS സെലക്ടറും ഒക്കെ ആയിട്ട്. നിങ്ങൾ ഈ സിമ്പിൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ CSS സെലക്ടർ എന്തോ വലിയ സംഭവമാണെന്ന്. പക്ഷെ ഐഡി റെപ്രസെന്റ് ചെയ്യുന്നത് ഹാഷ് വെച്ചിട്ടും ക്ലാസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡോട്ട് വെച്ചിട്ടാണ്. ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇതിന്റെ കൺവേർഷൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ ID വെച്ച് ക്ലാസ് വെച്ചിട്ടുള്ളത് എങ്ങനെയാന്നുള്ളത്. ഇനി ആട്രിബ്യൂട്ടിന്റെ ഓൾറെഡി നമ്മൾ ആ സിന്റാക്സ് ആണ് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്ത് കണ്ടത്. ഇനി വരുന്നത് ഒരു സബ്സ്ട്രിംഗ് കാറ്റഗറിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റത്തെ ഒരു പോർഷനോ അല്ലെങ്കിൽ ലാസ്റ്റ് പോർഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ഏരിയ ഡൈനാമിക് ആയി പോയി കഴിഞ്ഞ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വളരെ ലെങ്തി ആണ്, ആ സിറ്റുവേഷനിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സബ്സ്ട്രിംഗ് എന്ന് പറയുന്നത്. അതിന് ഞാൻ ഇങ്ങനത്തെ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഈ CSS ഡിറൈവ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കൊരു എലമെന്റിനെ എടുക്കണം. ഞാനൊന്ന് ബാക്കിലേക്ക് പോട്ടെ, എന്നിട്ടൊരു ഹെഡിങ് എടുത്ത് നോക്കാം. അതായത് അതിന്റെ ആട്രിബ്യൂട്ട് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്ന ഒരു എലമെന്റ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മുടെ ഈ ക്ലാസ് ഈ ആട്രിബ്യൂട്ട് ഇത്തിരി ലെങ്തി ആണ്. അല്ലെന്നാണെങ്കിൽ എഡിറ്റിൽ പോയിട്ട് നമുക്ക് ഇതിന്റെ ഒന്ന് നോക്കാം. ഈ ക്ലാസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സാണ്. കണ്ടോ, ബോഡിയുടെ ക്ലാസ് ആണ്. എന്നാൽ ഇത്ര എനിക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പൊ ആ കേസിൽ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ ഫസ്റ്റ് പോർഷനോ ലാസ്റ്റ് പോർഷനോ അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും പോർഷൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഞാനിവിടെ ബോഡിന്ന് ടൈപ്പ് ചെയ്ത്, ബോഡി ഒരു ടാഗ് തന്നെയാണല്ലോ, നമുക്ക് ബോഡി യൂസ് ചെയ്യാം കേട്ടോ, ടാഗ് നെയിം ആണ്. എന്നിട്ട് അതിന് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് തുടങ്ങി.
അതിന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇതിന്റെ മൊത്തം ഇത്രയും നീളത്തിൽ എനിക്ക് ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ആദ്യത്തെ കുറച്ച് പോർഷൻ മാത്രമേ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഈ സിമ്പിളാണ് കൊടുക്കുന്നത്, ക്യാപ് സിമ്പിൾ നമ്മൾ കൊടുക്കും. എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ഫസ്റ്റത്തെ കുറച്ച് പോർഷൻ മാത്രം പേജ് എന്നുള്ളത് മാത്രം ഞാൻ കൊടുത്തിട്ട് ഞാൻ ക്ലോസ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ളത് ഞാൻ എന്താ എന്റെ കോഡിൽ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു സിമ്പിൾ വെച്ചിട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനി ലാസ്റ്റത്തെ പോർഷൻ മാത്രം മതി എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഓരോ ക്ലിക്കിലും മാറുകയാണ്. അല്ലെങ്കിൽ ഈ നമ്പർ കണ്ടോ ഇവിടെ ID എന്താണ് 153 എന്നുള്ളത് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ടെമ്പിൾ പേജ് അല്ല ടെംപ്ലേറ്റ് പേജ് കീവേഡ് എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഓരോ ഓപ്പറേഷൻ ഞാൻ ആ പേജിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ എന്താ റീഫ്രഷിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കിത് യൂസ്ഫുൾ ആവും. ഇനി എനിക്ക് ലാസ്റ്റത്തെ കുറച്ച് പോർഷൻ മാത്രം മതിയെങ്കിൽ എനിക്ക് ഈ സിമ്പിളിന് പകരം എനിക്ക് എന്താ ഡോളർ യൂസ് ചെയ്യാം. ഡോളർ യൂസ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് പോർഷൻ കണ്ട ഫസ്റ്റ് കൊടുത്തത് വർക്ക് ചെയ്യത്തില്ല. ലാസ്റ്റ് പോർഷൻ കാറ്റഗറി PHP എന്നുള്ളത് മാത്രം ഞാൻ കൊടുക്കുകയാണ്. കാറ്റഗറി ഹൈഫൺ ഇടുന്നു PHP. കണ്ടോ? ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ പോർഷൻ മാത്രം കൊടുത്തു കഴിയുമ്പോൾ ആ ഡോളർ വേണം. അല്ലാതെ ഞാൻ വെറുതെ ഈ ഡോളർ ഇല്ലാതെ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യത്തില്ല. കാരണം അതിന്റെ ഫുൾ ക്ലാസ് നെയിം അതല്ല. ഓക്കെ, അപ്പൊ ഈ ഡോളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ആ ലാസ്റ്റ് പോർഷൻ മാച്ച് ചെയ്താൽ മതി. മാച്ച് ചെയ്യുന്ന കുറച്ച് പോർഷൻസ് മാത്രം എടുത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇടക്കുള്ള കുറച്ച് പോർഷനാണ് എനിക്ക് കൊടുക്കാനുള്ളതെന്ന് വിചാരിക്കുക. ഫസ്റ്റും ലാസ്റ്റും അല്ല, അതിന്റെ ഇടയിലുള്ള എന്തെങ്കിലും പേജ് ടെംപ്ലേറ്റോ പേജ് കീവേഡ് കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്കുന്നുള്ളതാണ് കൊടുക്കാനുള്ളതെങ്കിൽ ഇതിന് പകരം ഞാൻ കൊടുക്കേണ്ടത് സ്റ്റാർ ആണ്. സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ ബ്ലോക്ക് ആയിട്ട് അത് സബ് സ്ട്രിങ് പോലെ അതിനെ ഐഡന്റിഫൈ, ഇന്നർ സ്ട്രിങ് പോലെ അതിനെ ഐഡന്റിഫൈ ചെയ്യും സ്റ്റാർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലെങ്തി ആയിട്ടുള്ള ഇപ്പൊ ഒരു ന്യൂസിന്റെ ഒരു സൈറ്റ് ആണ് നിങ്ങൾ എന്താ ഓട്ടോമേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന്റെ കണ്ടന്റ് ഒക്കെ വളരെ ലെങ്തി ആയിരിക്കും. മൊത്തം എടുത്തിട്ട് ഇപ്പൊ ഒരു ലിങ്കിൽ മൊത്തം ഇത്ര സാധനങ്ങൾ എടുത്ത് മൊത്തം എടുത്ത ആട്രിബ്യൂട്ട് അങ്ങൊന്നും പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ കേസിൽ നമുക്ക് ഇങ്ങനത്തെ സിമ്പിൾ വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ CSS സെലക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. ID ആണെങ്കിൽ നമുക്ക് ഹാഷ് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഷോർട്ട് ആക്കി എഴുതാം. ക്ലാസ് ആണെങ്കിൽ ഡോട്ട് വെച്ചിട്ട് എഴുതാം. ഇനി ഐഡിയോ ക്ലാസ്സോ അല്ലാത്ത ഏതെങ്കിലും ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതാണെങ്കിലും നമുക്ക് അത് ആ ആട്രിബ്യൂട്ട് ആണല്ലോ. ആട്രിബ്യൂട്ട്സ് എന്ത് വെച്ചിട്ട് നമുക്ക് എലമെന്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള സിന്റാക്സ് ആണ്, കോമൺ ആയിട്ടുള്ള സിന്റാക്സ് ആണ് ടാഗ് നെയിം, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ആട്രിബ്യൂട്ട് ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ടാഗ് നെയിം എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിന്റാക്സ് ആണ്. നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ലെങ്കിലും ഈ ഒരു സിന്റാക്സ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഈ ആട്രിബ്യൂട്ട് തന്നെ ലെങ്തി ആയി പോകുന്ന ഒരു കേസ് ആണെങ്കിൽ, ഓക്കെ കണ്ടന്റ് അല്ല കേട്ടോ, ആട്രിബ്യൂട്ടിന്റെ വാല്യൂ തന്നെ ലെങ്തി ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ സിമ്പിളുകൾ, അതായത് ക്യാപ് സിമ്പിളും ഡോളറും സ്റ്റാറും വെച്ചിട്ട് അതിന്റെ പൊസിഷൻ ബേസ് ചെയ്ത്, അതായത് സ്റ്റാർട്ടിങ് ആണെങ്കിൽ നമുക്ക് ഈ ക്യാപ് സിമ്പിൾ കൊടുക്കാം, എൻഡിങ് ആണെങ്കിൽ ഡോളർ കൊടുക്കാം, ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ അതായത് സബ്സ്ട്രിങ്ങുകൾ ആണെങ്കിൽ സ്റ്റാർ വെച്ചിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള CSS സെലക്ടറിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റ് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിന്റെ കോമ്പിനേഷൻസ് നമുക്ക് പഠിക്കാനായിട്ട് 2-3 കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത്, പിന്നെ എന്താണ് ട്രാവേഴ്സ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ് എലമെന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ള 1-2 സെഷൻസ് കൂടി ഇതിനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതെല്ലാം ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Thank you for your valuable time and bye-bye.